കാഹളനാദം ധ്വനിക്കുവോളം ലോകം നീറുന്നു ദീനതയിൽ. കാഹളനാദം ധ്വനിക്കുവോളം ലോകം നീറുന്നു ദീനതയിൽ. ദേവാശ്വാസമേകുക നിൻ വാക്കിനാൽ ഞങ്ങൾ ആശ്വാസം ഉൾക്കൊള്ളുവാൻ. ദേവാശ്വാസമേകുക നിൻ വാക്കിനാൽ ഞങ്ങൾ ആശ്വാസം ഉൾക്കൊള്ളുവാൻ. കർത്താവു ഞങ്ങൾക്കു സങ്കേതമാണെന്നും ശാശ്വത ദൈവമെന്നും. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷ. ഇന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ TG മാത്യു കോന്നി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം ഇപ്പോൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ എൻ്റെ പ്രഭാതവന്ദനം പ്രാരംഭമായിട്ട് അറിയിക്കും. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ 11 എപ്പിസോഡുകളിലായിട്ട് അല്പമായിട്ട് ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായത്. ഇന്ന് അതിൻ്റെ 19ഉം 20ഉം വാക്യം വായിച്ച് ആ 19ാം വാക്യത്തിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ അല്പമായിട്ട് ചിന്തിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ആ വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു: നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാനിരിക്കുന്നതും എൻ്റെ വലങ്കൈയിൽ കണ്ട 7 നക്ഷത്രത്തിൻ്റെ മർമ്മവും 7 പൊൻനിലവിളക്കിൻ്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 നിലവിളക്ക് 7 സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. നാം വായിച്ച് കേട്ട ഈ വേദഭാഗം അതിൻ്റെ 19ാം വാക്യത്തിൽ ഒന്നുകൂടെ ഞാൻ വായിക്കുന്നു: നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാനിരിക്കുന്നത്. ഇവിടെ 3 കാലയളവിനെക്കുറിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഈ വിഭജനം കൊടുത്തിരിക്കുന്നത് കർത്താവ് തന്നെയാണ്. നമുക്കറിയാം, ബൈബിളിൽ അല്ലെ വേദപുസ്തകത്തിൽ വിഭജനം കൊടുത്തിരിക്കുന്ന ഏക പുസ്തകം എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകമാണ്. ഇത് കർത്താവ് തന്നെയാണ് ഇത് വിഭജിച്ചിരിക്കുന്നത്. ആ ദർശനമാണ് യോഹന്നാന് ഇവിടെ ലഭിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ നമ്മൾ വായിച്ചു, ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് നീ കണ്ടത്. എന്താണ് യോഹന്നാൻ കണ്ടത്? അതിൻ്റെ 13ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, 12-13 ചേർത്ത് വായിക്കാം. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. ഇവിടെ മനുഷ്യപുത്രനോട് സദൃശനായ നമ്മുടെ കർത്താവിനെയാണ് യോഹന്നാൻ കാണുന്നത്. അതായത് തേജസ്കരിക്കപ്പെട്ട ഒരു കർത്താവിനെയാണ് യോഹന്നാൻ ഇവിടെ കാണുന്നത്. ഒരു ന്യായാധിപനായിരിക്കുന്ന കർത്താവിനെയാണ് യോഹന്നാൻ ഈ ഭാഗത്ത് കാണുന്നത്. അപ്പോൾ ഇവിടെ മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ മനുഷ്യപുത്രൻ എന്നുള്ള നിലയിൽ ഒരു പ്രവാചകൻ ആയിട്ടും, ഇപ്പോൾ മഹത്വത്തിൽ മനുഷ്യപുത്രൻ എന്നുള്ള നിലയിൽ താൻ മഹാപുരോഹിതനായിട്ടും, താൻ വീണ്ടും വരുമ്പോൾ മനുഷ്യപുത്രൻ എന്നുള്ള നിലയിൽ രാജാതി രാജാവുമായിട്ട് വെളിപ്പാട് പുസ്തകം വെളിപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ യോഹന്നാൻ നമ്മുടെ കർത്താവിനെ കണ്ടതായ ആ ദർശനം
7 സഭകളുടെ നടുവിൽ ആണ് നമ്മുടെ കർത്താവ് ആയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സഭകളുടെ നടുവിൽ തേജസ്കരിക്കപ്പെട്ടവനായ മനുഷ്യപുത്രനായ കർത്താവിൻ്റെ ദർശനമാണ് ഇവിടെ യോഹന്നാൻ വിവരിക്കുന്നത്. അപ്പോൾ നീ കണ്ടത്, ഒന്നാമത്തെ കാര്യം അതാണ് നമുക്കവിടെ കാണുവാൻ കഴിയും. രണ്ടാമത് ഉള്ള പ്രസ്താവന ഇപ്പോഴുള്ളത് എന്നുള്ളതാണ്. അത് ഒരു വർത്തമാന കാലഘട്ടത്തോടുള്ള ബന്ധത്തിലാണ് അവിടെ ആ ഭാഗം വിശദീകരിച്ചിരിക്കുന്നത്. ഇപ്പോഴുള്ളത് അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 1 മുതൽ അതിൻ്റെ 3-ാം അധ്യായം 22 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ആസ്യയിലെ 7 സഭകൾക്കുള്ള ദൂത് അവിടെ നമ്മൾ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കും. അതിൻ്റെ 1-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫേസോസ്, സ്മുർന, പെർഗമോസ്, തുയത്തൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്യ എന്ന 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എൻ്റെ പുറകിൽ കേട്ടു. അപ്പോൾ 7 സഭകൾക്കുള്ള ദൂതാണ് ഇവിടെ യോഹന്നാൻ കേട്ടത്. ഇവിടെ ദൂത് കൊടുക്കുന്നത് കർത്താവാണ്. കർത്താവ് നേരിട്ട് ദൂത് കൊടുക്കുന്നതായിട്ടാണ് ഇവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ ഇവിടെ യോഹന്നാനെ ഒരു ദൗത്യം ഫലമേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, ദൈവസഭയുടെ ആരംഭം മുതൽ ദൈവസഭ എടുത്തുകൊള്ളപ്പെടുന്നത് വരെയുള്ള എക്കാലത്തും എവിടെയുമുള്ള ദൈവസഭകളെ കുറിച്ച് ദൈവസഭകൾക്കുള്ള ദൂതായിട്ടാണ് ഈ 7 സഭകൾക്ക് കൊടുക്കുന്ന ദൂത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇപ്പോഴുള്ളത് അത് നമ്മുടെ വിശ്വാസികൾ എന്നുള്ള നിലയിൽ നാം ആ കാര്യം അത് മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് ബോധവാന്മാരായി തീരുകയും അതിനോട് അനുസരണഭാവം കാണിക്കുകയും ചെയ്യുന്നവരായിട്ട് തീരണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുകയും ആ ദൂത് സഭകൾക്ക് നൽകപ്പെടുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കാണുവാൻ കഴിയുന്നു. മൂന്നാമതായിട്ട് നമ്മൾ വായിച്ചു, ഇനി സംഭവിപ്പാനിരിക്കുന്നത്. ഇതിൻ്റെ ശരിയായ തർജ്ജിമ ഇങ്ങനെയാണ്, ഇവയുടെ ശേഷം സംഭവിപ്പാനുള്ളത് എന്നാണ്. അർത്ഥാൽ സഭയുടെ ഉൽപ്രാപണത്തിന് ശേഷം ഈ ഭൂമിയിൽ സംഭവിപ്പാനുള്ള കാര്യങ്ങളുടെ വിവരണമാണ് ഇനി സംഭവിപ്പാനിരിക്കുന്നത് എന്ന പരാമർശം കൊണ്ട് അർത്ഥമാക്കുന്നത്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം മുതൽ 22-ാം അധ്യായം വരെയുള്ള ദൂത് നാം മനസ്സിലാക്കിയാൽ ഇനിയും സംഭവിപ്പാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരണമാണ് ആ ഭാഗത്ത് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നത്. അതായത് സഭ എടുത്തുകൊള്ളപ്പെട്ടതിന് ശേഷം ഈ ഭൂമിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, അതായത് മഹാപീഡനകാലം നമുക്കറിയാം, അത് 7 വർഷത്തെ കാലഘട്ടമാണ് എന്നുള്ളത് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ കർത്താവിൻ്റെ വരവും അതിനോടനുബന്ധിച്ച് രാജ്യസ്ഥാപനവും നടക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് നിത്യത ആയും കർത്താവ് ഇവിടെ പ്രസ്താവിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങളാണ് ഇനി സംഭവിപ്പാനിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവയുടെ ശേഷം സംഭവിപ്പാനുള്ളത് എന്ന പരാമർശം നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്,
ഇത്തരം സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യമുണ്ടാകുമ്പോൾ ദൈവജനം ഭക്തിയോടെ, വിശുദ്ധിയോടെ, വിശ്വസ്തയോടെ അനുദിന ക്രിസ്തീയ ജീവിതം നയിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആയിരിക്കേണ്ടതാണ്. ആ നിലയിൽ നാം ബോധ്യമുള്ളവരായിട്ട് ദൈവവചനത്തോട് അനുസരണം കാണിക്കുന്നവരായിട്ട് തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.